ചിത്രം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു ശവസംസ്കാര ചടങ്ങാണ്. തോമസ് വെയിനും അദ്ദേഹത്തിന്റെ ഭാര്യ മാർത്ത വെയിനും ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരുടെ മകൻ ബ്രൂസ് വെയിൻ അവിടെയുണ്ട്. തന്റെ മാതാപിതാക്കളുടെ മരണം നേരിട്ട് കണ്ട ആഘാതത്തിൽ നിന്ന് അവൻ ഇതുവരെ മുക്തനായിട്ടില്ല. ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് രംഗം കാണിക്കുന്നുണ്ട്. ഒരു മോഷണ ശ്രമത്തിനിടയിൽ എങ്ങനെയാണ് ബ്രൂസിന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടത് എന്നാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം അവൻ ഓടുന്നതും കുഴിയിൽ വീഴുന്നതുമായിട്ടുള്ള രംഗം നമുക്ക് കാണാം. ആ കുഴിക്കുള്ളിൽ ഒരുപാട് വവ്വാലുകൾ ഉണ്ടായിരുന്നു. അവ ഒന്നടക്കം കൂട്ടത്തോടെ ചിറകടിച്ച് അവന്റെ അടുത്തേക്ക് പറന്നു വരും. അപ്പോൾ ആദ്യ കാഴ്ചയിൽ അവന് പേടി തോന്നുന്നുണ്ടെങ്കിലും വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതോടുകൂടി ആ പേടി മാറുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോയുടെ ആരംഭമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിനുശേഷം കാണിക്കുന്നത് മാൻ ഓഫ് സ്റ്റീൽ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗമാണ്. ആ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നിന്നുമാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടെ സോഡും സൂപ്പർമാനും തമ്മിലുള്ള ഗംഭീര ഫൈറ്റ് നടക്കുകയാണ്. ഇവരുടെ ഫൈറ്റിനിടയിൽ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നുണ്ട്. ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ബിൽഡിംഗ് ബ്രൂസ് വെയിന്റെ ബിൽഡിംഗ് ആയിരിക്കും. ബ്രൂസ് അതിവേഗത്തിൽ തന്റെ ബിൽഡിംഗിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ തന്റെ ജീവനക്കാരുമായി ഫോണിൽ സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ, ഞാൻ അങ്ങോട്ട് വരികയാണ് എന്നാണ് ബ്രൂസ് പറയുന്നത്. എന്നാൽ അവൻ വരുന്നതിന് മുമ്പ് തന്നെ ആ കെട്ടിടം തകരുന്നു. അങ്ങനെ ആ അപകടത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും മറ്റു ചിലർക്ക് മാരകമായി പരിക്കേൽക്കുകയും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ ദുരന്തത്തിന്റെ കാരണം സൂപ്പർമാൻ ആണെന്ന് ബ്രൂസിന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് ബ്രൂസ് വെയിന് സൂപ്പർമാനോട് ഒരു ശത്രുത തോന്നുകയും സൂപ്പർമാനെ തടയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുകയും ചെയ്യും. ഈ സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് ഭൂമിയെ പൂർണ്ണമായും ക്രിപ്റ്റോൺ ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് വീൽഡ് എഞ്ചിൻ എന്നൊരു ഉപകരണം സോഡ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൊണ്ടുവന്ന ഒരു എഞ്ചിൻ സൂപ്പർമാൻ പൂർണ്ണമായും തകർത്തിരുന്നു. ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് നാവികർ ചേർന്ന് തകർന്ന എഞ്ചിനിൽ നിന്ന് ലഭിച്ച ക്രിപ്റ്റോണൈറ്റ് എന്നൊരു വസ്തു സമുദ്രത്തിൽ നിന്ന് മുങ്ങിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ക്രിപ്റ്റോണൈസിനെ ദുർബലരാക്കാൻ സഹായിക്കുന്ന വസ്തുവാണ്. അതായത് സൂപ്പർമാനെ പോലെ അത്രയും കരുത്തനായ ഒരാളെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആക്കാൻ ക്രിപ്റ്റോണൈറ്റ് മൂലം സാധിക്കും. അതിനുശേഷം കാണിക്കുന്നത് ഒരു കുറ്റവാളിയെയാണ്. അയാളുടെ കയ്യും കാലും ബന്ധിച്ച അവസ്ഥയിലാണ്. അയാളുടെ ശരീരത്തിൽ ബാറ്റ്മാന്റെ അടയാളം പതിപ്പിച്ചിട്ടുണ്ട്. അതായത് കുറ്റവാളികളെ കണ്ടെത്തി സ്വയം ശിക്ഷ നടത്തുകയാണ് ബാറ്റ്മാൻ അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. ലൂയിസ് ലൈനെയാണ്. അവളും ഒരു ഫോട്ടോഗ്രാഫറും കൂടി ചേർന്ന് ആഫ്രിക്കയിലെ നെഹ്റോബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തീവ്രവാദ സംഘടനയുടെ തലവനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചെന്നിരിക്കുകയാണ്. അവരുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫറുടെ ക്യാമറ പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ട്രാൻസ്മിറ്റർ ലഭിക്കും. അയാൾ ഒരു ഫോട്ടോഗ്രാഫർ അല്ല, ഒരു CIA ഏജന്റ് ആണ്. അയാളെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ പറയും ലെയ്ൻ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് ലെയ്നെയും കൂടി തീവ്രവാദി സംഘടനയുടെ തലവൻ ഒരു മുറിയിലേക്ക് പോകും. എന്നിട്ട് ഏജന്റിനെ വെടിവെച്ച് കൊല്ലും. ഇതിനെ തുടർന്ന് ആ സംഘടനയിലെ അന്റോളി എന്ന് പറയുന്ന ആൾക്ക് ഒരു കോൾ വരും. അയാൾക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം അയാൾ തന്റെ ഒപ്പമുള്ള മറ്റു തീവ്രവാദികളെ വെടിവെച്ച് കൊന്നിട്ട് തന്റെ കൂട്ടാളികൾക്കൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ആ പ്രദേശം തന്നെ തകർക്കാൻ ഇവർ ശ്രമിക്കും. എന്നാൽ റോക്കറ്റ് അവിടെ പതിക്കുന്നതിന് മുമ്പായി സൂപ്പർമാൻ അവിടെ എത്തി റോക്കറ്റ് തകർത്ത് അവിടെ സംഭവിക്കാനിരുന്ന അപകടം ഒഴിവാക്കും. അതിനുശേഷം ലൂയിസ് വെയിന്റെ മുറിയിലേക്ക് എത്തുന്ന സൂപ്പർമാനെയാണ് കാണുന്നത്. തീവ്രവാദ സംഘടനയുടെ തലവൻ അവളുടെ തലയിൽ തോക്കു ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. എന്നാൽ സൂപ്പർമാനെ കണ്ടതോടുകൂടി ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് ലൈന് മനസ്സിലാകും. സൂപ്പർമാൻ ഒരു ബുള്ളറ്റ് പോലെ വാഞ്ഞു വന്ന് ആ തീവ്രവാദിയെയും പൊക്കിയെടുത്ത് പിറകിലെ ചുമരും തകർത്ത് മുന്നോട്ട് പോകും. അങ്ങനെ സൂപ്പർമാനും ലൂയിസിനെ അവിടെ നിന്ന് രക്ഷിക്കും. ഈ സമയത്ത് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പുസ്തകം
ലൂസിന്റെ കൈവശം കരുതിയിട്ടുണ്ടായിരിക്കും. അതിലൊരു ബുള്ളറ്റ് ഉണ്ടായിരിക്കും. അവൾ ആ ബുള്ളറ്റ് ബുക്കിൽ നിന്നും അടർത്തിയെടുത്ത് പരിശോധിക്കും. ഈ വെടിയുണ്ട നിർമ്മിച്ചത് ഏതെങ്കിലും ഗവൺമെന്റ് ആണോ അതോ തീവ്രവാദ സംഘടനയാണോ എന്ന് അവൾ ചിന്തിക്കും. അവിടെ നിന്ന് സീൻ മാറുമ്പോൾ കാണുന്നത് ലെക്സ് ലൂഥറിനെയാണ്. അതായത് ഈ സിനിമയിലെ പ്രധാന വില്ലൻ. സോഡും സൂപ്പർമാനും ഏറ്റുമുട്ടിയപ്പോൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചവരുടെ കൂട്ടത്തിൽ ലെക്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെക്സ് ലൂഥർ സൂപ്പർമാനോട് വെറുപ്പാണ്. സൂപ്പർമാന്റെ ജനപിന്തുണ നഷ്ടപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ലെക്സ് ലൂഥർ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിലെ നെഹ്റുവിൽ നടന്ന ആക്രമണം സൂപ്പർമാന് നേരെ തിരിച്ചുവിടുന്നതിലും ലെക്സ് ലൂഥർ പങ്കുണ്ട്. അങ്ങനെ ചില അധികാരികളുമായി സംസാരിക്കുന്ന സമയത്ത് ലെക്സ് ലൂഥർ തനിക്ക് ക്രിപ്റ്റോനൈറ്റ് യുഎസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുവാനുള്ള ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ ക്രിപ്റ്റോനൈറ്റ് വെച്ച് താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ലെക്സ് പറയും, ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇവിടെ നമുക്കൊപ്പം അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരുമുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് സൂപ്പർമാൻ.